ദശക്കണക്കിന് വർഷം മഹാനായ താജുൽ ഉലമ ഇവിടെ ദീനീ സേവനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം വളരെയേറെ അറിയപ്പെട്ട ഒരു പ്രദേശമായി മാറുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൺമറഞ്ഞുപോയ എല്ലാ മഹാന്മാർക്കും അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകും. ഇവിടെ സി.എം. വലിയുല്ലാഹിയുടെ ശൈഖ് മുഹീദ്ദീൻ എന്നു പേരുള്ള ആള് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുപോലെ ഈ പ്രദേശം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഗുരുവര്യന്മാരായ കണ്യത്ത് ഉസ്താദ്, ഈക ഉസ്താദ് തുടങ്ങിയ ഒരുപാട് ആലിമീങ്ങൾ വരികയും ഉത്ബോധനം നടത്തുകയും ചെയ്ത ഒരു വിശാലമായ നാടാണ് ഈ ഉള്ളാൽ പ്രദേശം. അൽഹംദുലില്ലാഹ് കഴിഞ്ഞുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ സയ്യിദന്മാരും ആലിമീങ്ങളും കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഉള്ളാൽ പ്രദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയായി ഈമാനും തഖ്വയും ഉള്ള നാടായി വളരെ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ പ്രദേശത്തും പരിസരങ്ങളിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നേരത്തെ ഇരുന്നിരുന്ന ഓഫീസിലേക്ക് സംഘാടകർ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഉണ്ട്. അതുപോലെ താജുൽ ഉലമയുടെ മൂത്തപുത്രൻ സയ്യിദ് വർഗുൽ ഹാമിദ് തങ്ങളുണ്ട്. അങ്ങനെ പലരും അവിടെയുണ്ട്. ഞാനിവിടെ കയറി വരുമ്പോൾ നമ്മുടെ പരിപാടിയിൽ നദീം ഉസ്താദ് അവർകൾ പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒന്നിച്ചിരുന്നു ചായ കഴിക്കുമ്പോൾ ആരോ ഒരാൾ തമാശക്ക് വേണ്ടി പറഞ്ഞു, ഇപ്പോൾ കുറെ അകന്നുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൊറോണ ഉള്ളത് കൊണ്ടാണ്. ഈ കൊറോണ സോഷ്യൽ ഡിസ്റ്റൻസ് കൊണ്ടുവന്ന ഒരു രോഗമാണ്. ഈ കൊറോണയിൽ നിന്നെല്ലാം അകന്നു നിൽക്കേണ്ടി വരുന്ന എല്ലാ രോഗങ്ങളിലും എല്ലാവരുടെയും മനസ്സുകളും ശരീരങ്ങളും അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മുഅ്മിനീങ്ങൾ എല്ലാവരും എപ്പോഴും യോജിപ്പിലും സന്തോഷത്തിലും ഐക്യത്തിലും ജീവിക്കണം. അത് അല്ലാഹു തരേണ്ട ഒരു തൗഫീഖാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ ലമാ അല്ലഫത ബൈന ഖുലൂബിഹിം. ഓ നബിയേ, ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചാൽ ആളുകളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കിക്കൊണ്ടുവരാൻ തങ്ങളെ കൊണ്ട് സ്വന്തമായി സാധ്യമല്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അല്ലാഹു ആണ് ജനങ്ങൾക്കിടയിൽ മനസ്സ് ഇണക്കിക്കൊണ്ടുവരുന്നവൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണ് എല്ലാ ജനങ്ങളുടെയും മനസ്സുകൾ തമ്മിൽ യോജിക്കാനുള്ള തൗഫീഖിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ഇതേപോലെ ഒരാൾ നന്നാവുക എന്ന് എന്നെപ്പോലുള്ള ചില പ്രസംഗകർക്ക് തോന്നും, ഒരു പ്രസംഗം കൊണ്ട് എല്ലാവരെയും നന്നാക്കിയെടുക്കാം എന്ന് ചിലപ്പോൾ തോന്നും. ഒരു തോന്നൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കിയാൽ മാത്രമേ ഒരാൾ നന്നാവുകയുള്ളൂ. അതും പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ റഹ്മത്തും ഇല്ലെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരു മനുഷ്യനും നന്നാവില്ല. അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കണം,
അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണം, അല്ലാഹുവിന്റെ ഔദാര്യം ലഭിക്കണം. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു വ്യക്തിയും നന്നാവൂല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു നന്നാക്കുകയാണ്, അല്ലാഹു സംസ്കരിക്കുകയാണ്, അല്ലാഹു ശുദ്ധീകരിക്കുകയാണ് എന്നിങ്ങനെ ഖുർആൻ പറയുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഖാലിഖു കുല്ലി ശൈഇ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനാണ് അല്ലാഹ്. മാലികു കുല്ലി ശൈഇ, സർവ വിഷയങ്ങളുടെയും ഉടമസ്ഥനാണ് അല്ലാഹ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, സർവ വിഷയത്തിന്റെയും അധികാരം ഉള്ളവനാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞവൻ ആരാണോ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവൻ ആരാണോ, അവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത്. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവൻ അവനാണ് മുഅ്മിൻ. അല്ലാഹു തന്നെയല്ലേ സ്നേഹിക്കപ്പെടാൻ ഏറ്റവും തരപ്പെട്ടവൻ. ഈ പാവപ്പെട്ട എന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. എനിക്ക് എന്റെ ഉമ്മയുടെ വയറ്റിൽ യാതൊരു രോഗവും ബുദ്ധിമുട്ടുമില്ലാതെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് എന്നെ സുരക്ഷിതമായി കഴിഞ്ഞുകൂടാൻ എനിക്ക് അവസരം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവിടെ ആവശ്യമുള്ള ഭക്ഷണം തന്നവൻ അല്ലാഹുവാണ്. അവിടെ സർവ്വ സംരക്ഷണവും നൽകിയവൻ അല്ലാഹുവാണ്. ആ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് എന്നെ കൊണ്ടുവന്നവൻ അല്ലാഹുവാണ്. ആ ഭൂമിയിൽ വന്നതു മുതൽ ഞാൻ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഓക്സിജൻ എനിക്ക് ശ്വസിക്കാനുള്ള എന്റെ ശ്വാസകോശവും എന്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം ചെയ്തു തന്നവൻ അല്ലാഹുവാണ്. എന്റെ ശരീരത്തിൽ ഒരുപാട് വിലപിടിച്ച അവയവങ്ങളുണ്ട്. ഹാർട്ടും കിഡ്നിയും കരളും ബ്രെയിനുമെല്ലാം വളരെ വിലപിടിച്ച വസ്തുക്കളാണ്. അതിന്റെ വില പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞാൻ മിനിഞ്ഞാന്നൊരു മരിച്ച വീട്ടിൽ പോയി. ഞാൻ വിദേശത്തായിരുന്നു. ആ സമയത്ത് മരിച്ചുപോയ എന്റെ ഒരു സ്നേഹിതൻ കുഞ്ഞബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞബ്ദുള്ള ഹാജി ഒരു കടയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെ 2-3 സുഹൃത്തുക്കളോടുകൂടെ സംസാരിക്കുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. അപ്പൊ കൂടെയുള്ളവർ വെച്ച്, നിങ്ങളെന്തേ മറുപടി പറയാത്തത്? അപ്പൊ പിന്നെ കാണുന്നത് എന്തോ ഒരു ചെറിയ ഒരു അപസ്മാരം പോലെയുള്ള ഒരു കാഴ്ചയാണ്. അതോടുകൂടി തന്നെ കുഞ്ഞബ്ദുള്ള ഹാജി മരണപ്പെട്ടു പോയി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഏത് സമയത്തും നമുക്ക് മരണം നമ്മെ പിടികൂടാം. ഈ കാണുന്ന മൈക്കിന് ഗ്യാരണ്ടിയുണ്ട്, പക്ഷേ അതിന്റെ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല. പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടിയില്ല, മൈക്ക് ഉപയോഗിക്കുന്നവന് ഗ്യാരണ്ടിയില്ല, ഓപ്പറേറ്റർക്ക് ഗ്യാരണ്ടിയില്ല. നമ്മൾ ഓർക്കണം, ഇവിടെ ഗ്യാരണ്ടിയുള്ളതല്ല മനുഷ്യൻ. നിശ്ചയിക്കപ്പെട്ട സമയത്ത് യാത്ര പോകേണ്ടവനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ കുറെ സ്ഥാനങ്ങളോ മാനങ്ങളോ, ഈ ഭൂമിയിൽ കുറെ ആഡംബരങ്ങളോ, ഈ ഭൂമിയിൽ കുറെ സ്വത്തുക്കളോ, ഭൂമിയിൽ കുറെ കാര്യങ്ങളോ സമ്പാദിക്കുന്നവനല്ല ബുദ്ധിമാൻ. യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടി, ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതനാ طلقوا الدنيا وخافوا الفتنة. അല്ലാഹുവിന്റെ ചില അടിമകൾ ഉണ്ട്, അവർ വലിയ ബുദ്ധിമാന്മാരായ അടിമകളാണ്. ആ ബുദ്ധിമാന്മാരായ അടിമകൾ ഈ ഭൗതിക ലോകത്തിന് സ്ഥാനം കൽപ്പിക്കുന്നതിന് പകരം പാരത്രിക ലോകത്തിന് സ്ഥാനം കൽപ്പിച്ചു. അവരാണ് ബുദ്ധിയുള്ളവർ. കാരണം പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി എത്ര കാലം ഇവിടെ ജീവിച്ചാലും, ഒരു പക്ഷേ ഒരു 100 കൊല്ലം ജീവിച്ചു എന്നിരിക്കട്ടെ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് നൽകട്ടെ. ഞാൻ ചോദിക്കുന്നു, അതോടുകൂടെ ഈ ലോകത്ത് നിന്ന് പിരിയണ്ടേ? ആരെങ്കിലും ഇവിടെ പിരിയാതിരിക്കുമോ? താജുൽ ഉലമ ഇവിടെ എത്ര കാലം സേവനം ചെയ്തു.
പക്ഷേ താജുല്ലുലമ പിരിഞ്ഞുപോയില്ലേ? എല്ലാവരും പിരിഞ്ഞു പോവുകയില്ലേ? ആരാണ് ഇവിടെ കാലകാലം താമസിക്കുന്നവർ? ആരുമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ കാലകാലം താമസിക്കുന്ന ഒരു ലോകം, അതെത്ര വർഷമാണ്? അതെത്ര വർഷമാണ്? അത് 100 വർഷം അല്ല, 100,000 വർഷം, 1,00,000 വർഷം, അങ്ങനെയാണോ? അല്ല. 1 കോടി വർഷമാണോ? അല്ല. 100 കോടി വർഷമാണോ? അല്ല. കോടി വർഷമാണോ? അല്ല. കോടി 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 ഞാൻ എന്റെ മരണം വരെ കോടി എന്ന ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞാലും ആഖിറത്തിലെ ജീവിതത്തിന് അവസാനം വരുന്നില്ല. തീരാത്ത ഒരു കാലം, അവസാനിക്കാത്ത ഒരു ലോകം. ആ ലോകത്തിന് വേണ്ടി കൃഷി ചെയ്തവരാരാണോ, ആ ലോകത്തിന് വേണ്ടി ചിന്തിച്ചവരാരാണോ, ആ ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാരാണോ, അതിനു വേണ്ടി ക്രമീകരിച്ചവരാരാണോ, പടച്ചവൻ തന്ന അനുഗ്രഹങ്ങൾ, അത് മനുഷ്യന്റെ മനസ്സാകട്ടെ, മനുഷ്യന്റെ ബ്രെയിനാകട്ടെ, മനുഷ്യന്റെ കിഡ്നിയും കരളും, അതുപോലെ ഹാർട്ടും മാത്രമല്ല, തലയും കയ്യും കാലും നാക്കും മൂക്കും പല്ലും തോലും എല്ലും എല്ലാം അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. അല്ലാഹുവിന്റെ മുമ്പിൽ മുഅ്മിനായ മനുഷ്യൻ എടുക്കുന്ന പ്രതിജ്ഞ, അല്ലാഹുവേ, എന്റെ ശരീരം, എന്നെ പൂർണ്ണമായി ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. നീ ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഇസ്ലാമിനെതിരായ സർവ ആശയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവനാണ് ഞാൻ. പരിപൂർണമായി അല്ലാഹുവേ നിനക്ക് കീഴ്പ്പെടുന്നവനാണ് ഞാൻ. ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ അല്ലാഹുവിന് ഒരു പോയിന്റിലും ഒരാളെയും പങ്കു ചേർക്കുന്നവനല്ല. അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നവനാണ്. ആ ഏകനായ അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമയാണ് ഞാൻ. എനിക്ക് നിന്റെ മുമ്പിൽ പറയാനുള്ളത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ ഇബാദത്തുകളും എന്റെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും, എന്തിനധികം പറയണം, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിനാണ്. അല്ലാഹുവിന് സമർപ്പിച്ച ഒരു ജീവിതം, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ജീവിതം, അല്ലാഹുവിന് വണങ്ങുന്ന ഒരു ജീവിതം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണൊരു മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ആ മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു ആലു ഇംറാനിൽ പഠിപ്പിച്ചത് നമുക്ക് കാണാം. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി വഅദ് പറഞ്ഞത് പുല്ലൂക്കരയിൽ വെച്ചാണ്. ഞാൻ പഠിക്കുന്ന ദർസിൽ വെച്ചാണ്. ആ വഅദിന് എന്നെ സ്റ്റേജിലേക്ക് കയറ്റിയത് ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അവർകളാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പുല്ലൂക്കര ഉസ്താദ് അവർകൾ താജുൽ ഉലമയുടെയും ഒരു ശിഷ്യനാണ്. മഹാനവർകൾ എന്നെ സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചപ്പോ ആദ്യത്തെ വഅദിൽ ഞാൻ ഓതിയ ഒരു ആയത്തുണ്ട്. ആ ആയത്താണ് നിങ്ങളെ മുമ്പിൽ ഇന്ന് ഞാൻ ഓതി കേൾപ്പിച്ചത്. സുയ്യിന ലിന്നാസി ഹുബ്ബുസ്സവാതി മിനൻ നിസാഇ വൽ ബനീന والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب.
അള്ളാഹു പറയുകയാണ്, മനുഷ്യർക്ക് അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. ഏത് മനുഷ്യനും ഭംഗിയുള്ളതായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുസ് ശഹവാത്ത്, അതിലൊന്നാണ് ശാരീരിക ചാബല്യങ്ങൾ, തടീച്ചകൾ. അതിനെ സ്നേഹിക്കുക എന്നത് മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് മനുഷ്യൻ യഥാർത്ഥത്തിൽ മുക്തനാകണം. അതിന് റബ്ബ് പറയാണ്, സുയ്യിന ലിന്നാസി ഹുബ്ബുസ് ശഹവാത്ത്. അതിലെന്തൊക്കെ പെട്ടു? മിനൻ നിസാ, അതേ നല്ല ഭാര്യമാര് വേണം, നല്ല സ്ത്രീകള് വേണം എന്നൊരാഗ്രഹം മനുഷ്യന്റെ മനസ്സിൽ, പുരുഷന്മാരെ മനസ്സിൽ വന്നേക്കാം. സ്ത്രീകൾക്ക് അതുപോലെ നല്ല ഭംഗിയുള്ള ആണിനെ കിട്ടണം എന്ന ചിന്ത വന്നേക്കാം. ലിന്നാസി ഹുബ്ബുസ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന, അതേ അതുപോലെ ധാരാളം ആൺമക്കൾ വേണമെന്ന ചിന്ത ഉണ്ടാകാം. വൽഖനാതീരിൽ മുഖന്തറതി മിനദ്ദഹബി വൽഫിദ്ദ, ധാരാളം ധനം വേണം, ധാരാളം സ്വർണം വേണം, വെള്ളി വേണം, പണം വേണം, അതുപോലെ തന്നെ ബിൽഡിംഗ് വേണം, വാഹനം വേണം, അതുപോലെ ധാരാളം എസ്റ്റേറ്റുകൾ വേണം. ഇതെല്ലാം മനുഷ്യന് ഭംഗിയായി കാണിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. വൽ ഖൈലിൽ മുസവ്വമ, നല്ല വാഹനം വേണമെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. അതേ അല്ലാഹു പറയുന്നു, നല്ല കുതിരകൾ, ആ കുതിരയെ സ്നേഹിക്കുക എന്നതും മനുഷ്യന്റെ മനസ്സിൽ ലഭിക്കുന്ന അലങ്കാരമായി കാണുന്ന കാര്യമാണ്. വൽ അൻആമി വൽ ഹർസ്, അതുപോലെ ധാരാളം നാൽക്കാലികൾ, ധാരാളം ഒട്ടകങ്ങൾ, പശുക്കൾ, ആടുകൾ, അത് മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നു, അതെല്ലാം മനുഷ്യന് മനസ്സിലാഗ്രഹം. വൽ ഹർസ്, നല്ല ഈത്തപ്പനത്തോട്ടം വേണം, നല്ല തെങ്ങിൻ തോട്ടം വേണം, നല്ല മുന്തിരിങ്ങത്തോട്ടം വേണം, നല്ല വയൽ കൃഷി വേണം, നല്ല കാപ്പിത്തോട്ടം വേണം. അങ്ങനെ കൃഷികൾ പലതും മനുഷ്യന്റെ മനസ്സിൽ അലങ്കാരമായി കാണിക്കപ്പെടുന്നു. എന്നാ റബ്ബ് പറയാണ്, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, അതീ ലോകത്ത് ദുനിയാവിലുള്ള ജീവിതത്തിൽ അനുഭവിക്കാനുള്ള വസ്തുക്കളാണ്. അതേ മക്കൾ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള ഭാര്യ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, അതുപോലെ തന്നെ ഭംഗിയുള്ള ഭർത്താവ് ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, നല്ല വാഹനം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, അതുപോലെ ധാരാളം കൃഷികൾ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, നല്ല കെട്ടിടമുണ്ടാകുന്നതിന് കുഴപ്പമില്ല. അതൊക്കെ മനുഷ്യന് ഭംഗിയായി കാണിക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതൊക്കെ ദുന്യാവിലെ ജീവിതത്തിന്റെ സുഖാനുഭൂതികൾക്കുള്ള വസ്തുക്കളാണ്. ദുന്യാവിലെ ജീവിതം എത്ര കാലമാണ്? ഈ പാവപ്പെട്ട ഞാൻ ചിന്തിക്കണം. ഉള്ളാളത്ത് പഴയ കാലത്ത് പ്രസംഗിക്കാൻ വരുമ്പോ എന്റെ താടിയിൽ ഒരൊറ്റ രോമവും നരച്ചതില്ല, കറുത്ത രോമമാണ്. ഇപ്പോൾ കറുത്തതുണ്ടോ എന്ന് പരതി പിടിക്കണം. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമെടുക്കാതെ എന്റെ താടിയിലെ രോമങ്ങളൊക്കെ കളറ് മാറ്റിപ്പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടിന്റെ പെയിന്റ് ഞാനറിയാതെ മാറ്റിയാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? എന്റെ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം നിങ്ങളുടെയൊക്കെ സഹായത്തോടെ നിർമ്മിച്ച സ്ഥാപനത്തിന്റെ പെയിന്റ് മാറ്റുമ്പോൾ ഞാൻ അറിയാതെ മാറ്റിയാൽ ഞാൻ വെറുതെ വിടുമോ? എന്നാൽ എന്റെ സ്വന്തം ശരീരത്തിലെ എല്ലാവരും കാണുന്ന എന്റെ മുഖത്തുള്ള രോമത്തിന്റെ കളറ് മാറ്റുമ്പോൾ എന്നോടൊരക്ഷരം ചോദിച്ചിട്ടില്ല. എന്തേ കാരണം? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ, മുഴുവൻ അധികാരവുമുള്ള രാജാവ് ഉദ്ദേശിച്ച സമയത്ത് എന്റെ രോമത്തിന്റെ കളറ് മാറ്റുന്നു. എനിക്കെന്റെ മുഖത്തധികാരമില്ല, എന്റെ തലയിൽ അധികാരമില്ല, എന്റെ ശരീരത്തിൽ അധികാരമില്ല, എന്റെ കിഡ്നിയിലോ കരളിലോ ഹാർട്ടിലോ ബ്രെയിനിലോ ഒരു സ്ഥലത്തും എനിക്കധികാരമില്ല. ഞാനൊരധികാരസ്ഥന്റെ കീഴിലുള്ള പാവപ്പെട്ട അടിമയാണ്. ആ അധികാരമുള്ള രാജാവ് നടപ്പാക്കുന്നത് നോക്കി നിൽക്കുകയല്ലാതെ എനിക്ക് എന്റെ വകയിലൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു താഴ്മയുടെ മനസ്സെനിക്ക് എപ്പോഴും ഉണ്ടാകണം.
അതേ, അതുകൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്ത് ഞാൻ ജീവിച്ചാൽ എത്ര കാലം ജീവിക്കുമെന്നതിനൊരു പരിധിയുണ്ട്. ഇവിടെ ഞാൻ അനുഭവിച്ചാൽ അതെന്താണെങ്കിലും ശരി, ഏത് സംഘടനയുടെ നേതാവാണെങ്കിലും ശരി, ഏത് സ്ഥാനമാനങ്ങളാണെങ്കിലും ശരി, ഏത് രാജാവാണെങ്കിലും ശരി, ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, അതിനെല്ലാം ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അതൊക്കെയും വിട്ടു ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവനാണ് മനുഷ്യൻ. പോകുന്ന സമയത്ത് കൂടെ ഭാര്യയില്ല, മക്കളില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, ജ്യേഷ്ഠാനുജന്മാരില്ല, ഗുരുനാഥന്മാരില്ല, ശിഷ്യന്മാരില്ല, സ്നേഹിതന്മാരില്ല, സംഘടനാ പ്രവർത്തകന്മാരില്ല, നേതാക്കളില്ല, അനുയായികളില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് പോകേണ്ടവനാണ് ഞാൻ. നേരത്തെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു. അല്ലാഹു തആല ആ മയ്യിത്തിന് പുറത്തു കൊടുക്കട്ടെ. ആ മയ്യിത്തിനെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആ മയ്യിത്തിന്റെ കുടുംബങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പറയട്ടെ, ഒരു ദിവസം ഞാനും ഈ മയ്യിത്ത് കട്ടിലിൽ കയറേണ്ടി വരും. അപ്പോൾ പിന്നെ എന്റെ കാറ് സവാരി പിന്നെ ഇല്ല, എന്റെ പ്ലെയിൻ സവാരി പിന്നെ ഇല്ല, എന്റെ ട്രെയിൻ സവാരി പിന്നെ ഇല്ല. അപ്പോൾ എന്റെ വാഹനത്തിന് നിലനിൽപ്പുണ്ടോ? എന്റെ വാഹനത്തിന് നിലനിൽപ്പില്ല. എന്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ എന്നെ ഇറക്കിക്കൊണ്ടുവന്ന് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ എന്റെ വീട്ടിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സിറാജുൽ ഹുദ എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ അധികാരം കൈമാറുന്ന ഞാൻ കാലകാലം അക്കസേരയിൽ ഇരിക്കുമോ? ഇല്ല, ഇല്ല. ഞാൻ ആ കസേരയിൽ നിന്നിറങ്ങി മയ്യിത്ത് കട്ടിലിൽ കയറും. ഞാൻ ഖബറിൽ പോയി കിടക്കും. അപ്പോഴും ബിൽഡിംഗ് അവിടെ ബാക്കിയുണ്ടാകും, അവിടെയുള്ള മരങ്ങൾ ബാക്കിയുണ്ടാകും. ഞാൻ ഒറ്റക്ക് ഖബറിൽ പോയി കിടക്കും. പിന്നെ ഞാൻ നേരിടേണ്ടത് ചോദ്യങ്ങളാണ്. എനിക്ക് ചോദ്യങ്ങൾ വരികയാണ്. അവിടെ എനിക്ക് മറുപടി പറയാൻ കഴിയണം. ആ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയണം. അവിടുന്ന് എഴുന്നേറ്റ് വന്നാൽ പിന്നെ റബ്ബിന്റെ കോടതിയാണ്. എന്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന റബ്ബ്, എന്റെ പരസ്യങ്ങളെല്ലാം അറിയുന്ന റബ്ബ്. റബ്ബേ, ഞങ്ങളുടെ രഹസ്യങ്ങൾ നന്നാക്കി തരണേ, പരസ്യങ്ങളും നന്നാക്കി തരണേ. ഓ മുഅ്മിനീങ്ങളെ, അവന്റെ മുമ്പിൽ ഒരു വാദവും നിലനിൽക്കൂല, ഒരു വക്കീലിനെയും വെച്ച് വാദിക്കാൻ പറ്റൂല. എനിക്കെന്റെ സാമർഥ്യം കൊണ്ട് പറഞ്ഞൊന്നും നേടാൻ കഴിയൂല. എനിക്ക് ഞാൻ ചെയ്തതല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. എനിക്ക് ഈമാനുണ്ടോ? രക്ഷയുണ്ട്. ഈമാനില്ലേ രക്ഷയില്ല. അഫലം യുനബ്ബഅ ബിമാ ഫീ സുഹഫി മൂസാ വഇബ്രാഹീമ അല്ലദീ വഫാ ഇബ്രാഹീമ അല്ലദീ വഫാ അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഏതൊരു മനുഷ്യരും അവന് ഈമാനുണ്ടെങ്കിലേ എന്തും ഫലം കിട്ടുള്ളൂ. ഈമാനില്ലെങ്കിൽ മറ്റൊരാള് മയ്യിത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഈമാനില്ലെങ്കിൽ മറ്റൊരാള് സദഖ ചെയ്തിട്ട് കാര്യമില്ല. ഈമാനില്ലെങ്കിൽ ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഈമാൻ എന്ന് പറയുന്നൊരു സഈ ഇല്ലാതെ ഒരാൾക്കും ഒന്നും ഉപകരിക്കൂല. വഅല്ലാ തസിറ ബാസിറത്തും വിസ്റ ഉഖ്റാ. വേറെ ഒരാള് തെറ്റ് ചെയ്യുമ്പോ പലപ്പോഴും എന്റെ മനസ്സിൽ അവനങ്ങനെ തെറ്റ് ചെയ്തില്ലേ, ഇവനെങ്ങനെ തെറ്റ് ചെയ്തില്ലേ, അവനങ്ങനെ തെറ്റ് ചെയ്തില്ലേ എന്നെന്റെ ഖൽബിനിങ്ങനെ തോന്നിപ്പിക്കുന്ന പിശാചിന്റെ പ്രേരണയുണ്ട്. അതിന് പകരം ഞാൻ ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ തെറ്റിനെ കുറിച്ച് എന്നോട് ചോദിക്കൂല. എന്നോട് ചോദിക്കുന്നത് എന്റെ തെറ്റിനെ കുറിച്ചാണ്. ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കണം, ഞാൻ പറയുന്നത് ശരിയായിരിക്കണം, ഞാൻ ചിന്തിക്കുന്നത് ശരിയായിരിക്കണം.
എന്റെ സ്വഭാവം നല്ലതായിരിക്കണം, എന്റെ പ്രവർത്തനം നല്ലതായിരിക്കണം. ചോദ്യം എന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് എന്നോട് ചോദ്യം, മറ്റൊരാളുടെ പ്രവൃത്തിയെ കുറിച്ച് എന്നോട് ചോദ്യമില്ല. അല്ലാ തസിറ വാസിറത്തും വിസ്റ ഉഖ്റാ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പരീക്ഷണങ്ങൾ നേരിട്ട വലിയ മഹാനായ നബിയാണ്. ആ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്തു, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി. പക്ഷേ പതറിയിട്ടില്ല, അവിടുന്ന് പതറിയിട്ടില്ല. അവസാനം കൂടെ സഹായിച്ച് സഹകരിച്ച് നിൽക്കേണ്ടുന്ന സഹോദരന്മാര് തന്നെ ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾ നടത്തി, പൊട്ടക്കിണറ്റിലെറിയലടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം നമുക്കറിയാമല്ലോ, അതേ ഒരു കൊട്ടാരത്തിലെത്തിയപ്പോ ആ കൊട്ടാരത്തിലുള്ള സുന്ദരിയായ പെണ്ണ് സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുതറി ഓടുകയാണ്. ഞാൻ തെറ്റ് ചെയ്തുകൂടാ. എത്ര നല്ല സാഹചര്യം കിട്ടിയാലും അത് ഭരണാധികാരിയുടെ ഭാര്യ തന്നെ എനിക്ക് അനുകൂലമായി നിന്നാലും, ഏത് സൗന്ദര്യമുള്ള പെണ്ണ് എന്നെ വിളിച്ചാലും എന്റെ രഹസ്യം അറിയുന്ന റബ്ബില്ലയോ, ആ റബ്ബ് കാണുകയില്ലയോ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തെറ്റിന് നിൽക്കാതെ കുതറി ഓടുകയാണ്. ഇരിക്കട്ടെ, അങ്ങനെ പല സംഭവങ്ങളും നടന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതൊന്നും തെറ്റ് ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്യാതെ നിരപരാധിയായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടന്നു. അല്ലാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കാതിരിക്കൂല. അവന്റെ തീരുമാനം അവനെങ്ങനെ നടപ്പാക്കും, എങ്ങനെയെന്ന് നമുക്കറിയില്ല. അറിവുള്ളവൻ റബ്ബാണ്. ഞാൻ ഈ ഭൂമി ലോകത്ത് ജനിച്ചു, പക്ഷേ ആ ജനിക്കുന്ന ദിവസം എനിക്ക് നേരത്തെ അറിയില്ല. ഞാൻ നിശ്ചയിച്ച ഡേറ്റിലല്ല എന്റെ ജന്മം. ഇനി ഞാൻ ഈ ലോകത്ത് നിന്ന് മരിക്കും, അത് ഞാൻ നിശ്ചയിക്കുന്ന ഡേറ്റിലല്ല. ആ ഡേറ്റ് എനിക്കറിയില്ല. ഞാൻ അറിവുള്ളവനല്ല, അറിവുള്ളവൻ റബ്ബാണ്. ആ റബ്ബ് അവനറിയാം എന്റെ മരണം എപ്പോഴാണ്, നിങ്ങളെ മരണം എപ്പോഴാണ്. നമ്മൾ അറിവില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ്, നമ്മൾ റബ്ബിന്റെ അടിമകളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഭരണാധികാരിയാവുകയാണ്. ആ ഭരണാധികാരിയായി വന്നതിന് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് നേരത്തെ അസൂയ വെച്ച് നടന്നിരുന്ന ആ സഹോദരന്മാര് ഭക്ഷണം തേടി വരികയാണ്. അവിടെ ഭക്ഷണം വളരെ മാന്യമായി നൽകുകയാണ്. മനസ്സിലായിട്ടും ഒന്നും പറയുന്നില്ല, കാരണം പറയാനായിട്ടില്ല, തീരുമാനം പറയാനായിട്ടില്ല. റബ്ബിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ബാപ്പയും ഉമ്മയും സഹോദരന്മാരും എല്ലാവരും എത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരെയും പരിഗണിക്കുകയാണ്. അങ്ങനെ പരിഗണിക്കുന്നതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നത് മുഴുവനും ഇവിടെ പറയാനും കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സർവ്വ ആളുകളും അവിടെ എത്തിയപ്പോ ആക്ഷേപത്തിന്റെ ഒരൊറ്റ വാക്ക് പോലും പറഞ്ഞില്ല. അതേ ജയിലിൽ കടക്കാൻ അവസരമുണ്ടാക്കിയവരെ ആക്ഷേപിച്ചില്ല. പൊട്ടക്കിണറ്റിലെറിഞ്ഞ സഹോദരന്മാരെ ആക്ഷേപിച്ചില്ല. അക്രമം ചെയ്തവരെ ആക്ഷേപിച്ചില്ല. പറഞ്ഞ വാക്കെന്താണ്? അതേ വഖദ് അഹ്സന ബി,
ഇത് അഖ്റജനീ മിനസ്സിജ്നി, എന്റെ റബ്ബ് എനിക്ക് വലിയ ഗുണം ചെയ്തിരിക്കുന്നു, എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. വജാബിക്കും മിനൽ ബദ്വി, ദൂരെയുള്ള നിങ്ങളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനീ വബൈന ഇഖ്വതീ, നമ്മളൊക്കെ ഒരേ ബാപ്പയുടെ മക്കളാണ്. ഈ മക്കളായ എന്റെ സഹോദരന്മാരും ഞാനും ഒന്നിച്ച് നീങ്ങുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. പക്ഷേ മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനീ വബൈന ഇഖ്വതീ, എന്റെ സഹോദരന്മാർക്കിടയിലും എനിക്കിടയിലും ശൈത്താൻ അകലം ഉണ്ടാക്കിക്കളഞ്ഞു. പിശാച് ഞങ്ങളെ അകറ്റിക്കളഞ്ഞു, പിശാച് ഞങ്ങളെ ദൂരെയാക്കിക്കളഞ്ഞു, ഞങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിച്ചു. ആർക്കാണ് ചാർജ്? ചാർജ് ശൈത്താനാണ്. ശൈത്താന്റെ പേരിലാണ് ചാർജ്. അതിന് നിമിത്തമായി പ്രവർത്തിച്ച ഒരു ജ്യേഷ്ഠനെയും അനുജനെയും ഒരാളെയും കുറ്റം പറയുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം സർവ്വ തെറ്റിന്റെയും ചാർജ് വഹിപ്പിക്കുന്നത് ശൈത്താനെയാണ്. ശൈത്താൻ നമ്മൾക്കിടയിൽ അകലം വരുത്തിയപ്പോൾ അതേ ഇന്ന റബ്ബീ ലതീഫുൽ ലിമാ യശാ, എന്റെ റബ്ബ് നിശ്ചയം വലിയ ദയുള്ളവനാണ്, വലിയ മയം ചെയ്യുന്നവനാണ്. ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, അവൻ വലിയ വിവരമുള്ളവനാണ്, എല്ലാ കാര്യങ്ങളും സ്വന്തമായി അറിയുന്നവനാണ്. അൽ ഹകീം, വല്ലാത്ത ഹിക്മത്തുള്ളവനാണ്. മഹത്വം മുഴുവനും അല്ലാഹുവിന്, എനിക്കൊരു മഹത്വവും പറയുന്നില്ല. മഹത്വം മുഴുവനും അല്ലാഹുവിന്, എനിക്കൊരു മഹത്വവും പറയുന്നില്ല. അപകടങ്ങളും തെറ്റുകളും ചെയ്തവരോ ആ ചെയ്തവരെ ആക്ഷേപിക്കുന്നില്ല. ആക്ഷേപം മുഴുവനും ശൈത്താനിന്. കാരണം മുസ്ലിമീങ്ങൾക്ക് രണ്ട് ശത്രുക്കളെ ഉള്ളൂ. ആ ശത്രു ഒന്ന് ശൈത്താനാണ്, ഒന്ന് തടിഹബയാണ്. അതാണ് ഇമാം ബൂസിരി തങ്ങൾ ചൊല്ലിയത്, വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസീഹിമാ വഇൻഹുമാ മഹവാ കന്നുസ്അഫത്തഹീമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവാ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. ഖുർആൻ പറയാണ്, നമ്മൾ ഒരു ശത്രു ശൈത്താനാണ്, വേറൊരു ശത്രു നമ്മുടെ സ്വന്തം തടീച്ചയാണ്. തടീച്ചയാണ് നമുക്ക് പലപ്പോഴും അനാവശ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ മടി, അതുപോലെ തന്നെ കള്ളു കുടിക്കണം എന്ന ചിന്ത, വ്യഭിചാരം നടത്തണമെന്ന ചിന്ത, അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം തെറ്റുകളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ അതെല്ലാം തടീച്ചയുടെ ഭാഗമാണ്, ശൈത്താനിന്റെ പ്രേരണയാണ്. എന്നാൽ ശൈത്താനിന്റെ അജണ്ട ഖുർആൻ പറയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്വാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും കലാട്ടയും ഉണ്ടാക്കുക, അത് ശൈത്താനിന്റെ അജണ്ടയാണ്. ഖുർആൻ പറയാണ്. അപ്പൊ ശൈത്താനിന്റെ അജണ്ടക്ക് വഴിപ്പെടാതെ നാം അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് പരസ്പര സ്നേഹത്തോടെ പരസ്പരം കാരുണ്യമുള്ളവരും സ്നേഹമുള്ളവരുമായി വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അവന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്ത ഈ ഭൂമിയിലുള്ള സ്ഥാനങ്ങളോ
ഈ ഭൂമിയിൽ ലഭിക്കുന്ന മാനങ്ങളോ ഈ ഭൂമിയിൽ ലഭിക്കുന്ന പണങ്ങളോ അധികാരങ്ങളോ അല്ല. അതാണ് ഖുർആൻ പറയുന്നത്. ഖുൽ പറയൂ നബിയേ, ഔനബ്ബിയുകും ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ ധനങ്ങൾ, അങ്ങനെ നിങ്ങളുടെ ഭാര്യമാര്, കുടുംബങ്ങൾ തുടങ്ങി എന്തൊക്കെ നിങ്ങളുടെ ശരീരം ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഉപരി മറ്റൊരു കാര്യം പറയട്ടെ. ഖുൽ ഔനബ്ബിയുകും ബിഖൈരിൻ മിൻ ദാലികും, അതിനേക്കാളെല്ലാം ഖൈറായത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖുർആൻ പറയാണ്, അതേ ഖുൽ ഔനബ്ബിയുകും ബിഖൈരിൻ മിൻ ദാലികും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ. അതേ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ, പുഴകൾ ഒഴുകുന്ന നല്ല തോട്ടങ്ങൾ, സ്വർഗങ്ങളാണ്. ആ സ്വർഗം നമ്മുടെ വീട് പോലെയല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകണം, മയ്യിത്ത് കെട്ടിൽ കയറണം, ഖബറിൽ പോയി കിടക്കണം. അങ്ങനെയുള്ളതല്ല. ജന്നത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന പറയാണ്, ഖുൽ ഔനബ്ബിയുകും ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങൾക്ക് നേരത്തെ ദുനിയാവിൽ പറഞ്ഞ മുഴുവൻ ആനുകൂല്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുണ്ടല്ലോ, അതിനേക്കാൾ ഖൈറായത് പറഞ്ഞു തരട്ടെ. ആർക്കാണത്? എല്ലാവർക്കും അത് കിട്ടൂല. കിട്ടുന്ന ഒരു സമൂഹമുണ്ട്. ആരാണത്? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, അല്ലാഹു കൽപ്പിച്ചതെടുക്കുന്നവരാകണം, അല്ലാഹു വിരോധിച്ചതൊഴിക്കുന്നവരാകണം, അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ചിന്തകൾ ഒഴിവാക്കുന്നവരാകണം. മനസ്സിൽ ഞാനൊരു വലിയവൻ എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതല്ലേ അഹങ്കാരം, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അല്ലാഹു ഒരാൾക്കൊരനുഗ്രഹം കൊടുത്താൽ അതിന്റെ പേരിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ വേറെ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ആകാൻ പാടില്ല. അങ്ങനെ നല്ല ഇഖ്ലാസോടെ, തെളിഞ്ഞ മനസ്സോടെ, തഖ്വയോടെ ജീവിക്കുന്നവർ ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് വളരെ മഹത്തായ കാര്യങ്ങൾ തഖ്വയുള്ളവർക്ക് റബ്ബ് കൊടുക്കുന്നുണ്ട്. അതാണ് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ. അവിടെ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോ ഭർത്താവിന് കോവിഡ് രോഗമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാകൂല. അവിടെ കൂടെ ഉണ്ടാകുന്ന ഭാര്യമാർ ഒരിക്കലും മെൻസസ് ഉള്ളവരാകൂല, പ്രസവരക്തമുള്ളവരാകൂല, വേറെ എന്തെങ്കിലും രോഗമുള്ളവരാകൂല. വളരെ ആരോഗ്യവതികളായ, സുന്ദരികളായ, സുന്ദരന്മാരായ ആണ് പെണ്ണ്, ഭാര്യയും ഭർത്താവുമായി ഈമാനോടെ മരിച്ച ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷപൂർവം തീരാത്ത കാലം സ്വർഗത്തിൽ താമസിക്കാൻ അവസരമാണ്. വറിദ്വാനും മിനല്ലാഹ്, അതിന്റെ പുറമെ ഈ സ്വർഗത്തിന്റെ അധിപനായ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ, എന്റെ സൃഷ്ടാവായ, എനിക്ക് ഓക്സിജനും വെള്ളവും ഭക്ഷണവും ആരോഗ്യവും എല്ലാം തന്നവനായ ആ റബ്ബിന്റെ പൊരുത്തം കിട്ടുകയാണ്. സുഹൃത്തുക്കളെ, ആലിമീങ്ങളെ പൊരുത്തം വേണം, സാലിഹീങ്ങളെ പൊരുത്തം വേണം, സയ്യിദന്മാരെ പൊരുത്തം വേണം, ബാപ്പ ഉമ്മയുടെ പൊരുത്തം വേണം, പ്രായമുള്ളവരുടെ പൊരുത്തം വേണം, അതേ മുതഅല്ലിമീങ്ങളെ പൊരുത്തം വേണം,
മുഅല്ലിമീങ്ങളെ പൊരുത്തം വേണം, അങ്ങനെ നമുക്ക് എല്ലാവരെ പൊരുത്തവും വേണം എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? എന്നാൽ ഏത് പൊരുത്തവും അള്ളാഹുവിന്റെ പൊരുത്തമല്ലേ അതിനേക്കാൾ വലുത്? അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നു, അതിന്റെ മേലെ ആരുമില്ലല്ലോ. നമ്മൾ എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളെ പൊരുത്തം കിട്ടണമെന്ന് ചിന്തിക്കുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്, അല്ലേ? നമ്മൾ എന്തിനാണ് താജുൽ ഉലമയുടെ പൊരുത്തം കിട്ടണമെന്ന് ചിന്തിക്കുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. നമ്മൾ എന്തിനാണ് ജിഫിരി മുത്തുത്തങ്ങളുടെ പൊരുത്തം കിട്ടണമെന്ന് ചിന്തിക്കുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. അതേ സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങളുടെയോ അല്ലെങ്കിൽ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയോ ഫോട്ടോ വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. ആലിമീങ്ങളെ പൊരുത്തം വേണം, സയ്യിദന്മാരെ പൊരുത്തം വേണം. എന്തിനാണത്? അത് റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ്. ഇവിടെ ഒരു സയ്യിദിനും ഒന്നും കൊടുക്കാൻ കഴിയൂല, ഒരു മുസ്ലിയാർക്കും ഒന്നും കൊടുക്കാൻ കഴിയൂല, ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും സ്വന്തമായി ഒന്നും കൊടുക്കാൻ കഴിയൂല. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലാഹു തആല തരാൻ കാരണമാണ് മഹാന്മാരുടെ പൊരുത്തം. അല്ലാഹു തആല തരാൻ കാരണമാണ് നബിതങ്ങളുടെ പൊരുത്തം. ആകയാൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് മറ്റുള്ള എല്ലാവരുടെ പൊരുത്തവും നമ്മൾ ആഗ്രഹിക്കുന്നത്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ആയത്താണ് ഞാൻ ഈ ഓതിയത്. പക്ഷേ എന്റെ റബ്ബ് എന്റെ വഅദ് ഖബൂൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ആരോഗ്യം തകർത്തത് വെറുതെയാണ്, എന്റെ ജീവിതം തകർത്തത് വെറുതെയാണ്. എനിക്ക് തരുന്നവൻ അല്ലാഹു മാത്രമാണ്. ആ റബ്ബിലേക്ക് എന്റെ ഖൽബ് തിരിയണം. ആ റബ്ബിലേക്ക് പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ ഖൽബ് തിരിയണം. എല്ലാ മുഅ്മിനീങ്ങളെ ഖൽബും റബ്ബിലേക്ക് തിരിയണം. അത്തരം ആളുകളുടെ സ്വഭാവം എന്താണ്? അവര് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ. റബ്ബ് ഒന്നേ ഉള്ളൂ, റബ്ബുൽ ആലമീൻ. എനിക്ക് ദുനിയാവ് തരുന്നവൻ അല്ലാഹുവാണ്, ആഖിറം തരുന്നവൻ അല്ലാഹുവാണ്, സ്ഥാനം തരുന്നവൻ അല്ലാഹുവാണ്, എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. അവനാണ് എന്റെ റബ്ബ്. ആ റബ്ബിലേക്ക് ഖൽബ് തിരിയണം. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ ആമന്നാ, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ, അവകാശവാദമൊന്നും നിന്റെ മുമ്പിലില്ല, ഞാനൊരു നല്ലവനാണ് എന്ന അവകാശവാദം നിന്ന് റബ്ബിനോട് കാവല് ചോദിക്കുകയാണ്. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. അങ്ങനെയുള്ളവർക്ക് ചില സവിശേഷതകൾ ശേഷം ഖുർആൻ പറയാണ്. അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽഗഫിരീന ബിൽ അസ്ഹാർ. അവർക്ക് അല്ലാഹു തആല ശേഷം 5 ലക്ഷണങ്ങൾ പറയുകയാണ്. എന്താണ് 5 ലക്ഷണം? ഒന്ന്, അസ്സാബിരീന, ക്ഷമിക്കുന്നവരാണ്. ക്ഷമ വേണം, എടുത്തുചാട്ടം പാടില്ല, എടുത്തുചാട്ടം പാടില്ല, എവിടെയും ക്ഷമിക്കാൻ കഴിയണം. അസ്സാബിരീൻ, അംഗീകരിക്കാൻ കഴിയാത്തത് വന്നാലും ക്ഷമയോടുകൂടെ അതിനെ നേരിടാൻ കഴിയണം. തീവ്രവാദിയാകാൻ പാടില്ല, ഭീകരവാദിയാകാൻ പാടില്ല. ഭീകരവാദികൾക്ക് പക്വതയുണ്ടാകില്ല,
തീവ്രവാദികൾക്ക് പക്വതയുണ്ടാകൂല. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് വളരെ ചെറുതായി പരിഹരിക്കാവുന്ന കാര്യങ്ങൾ അവരിടപെട്ട് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റും. അത് ഏത് വിഭാഗത്തിലുമുള്ള തീവ്രവാദികളുടെ സ്വഭാവമാണ്. ആ തീവ്രവാദ സ്വഭാവം പാടില്ല. ക്ഷമയോടുകൂടെ കാര്യത്തെ നേരിടാൻ കഴിയണം. അസ്സാബിരീന വസ്സാദിഖീന, സത്യം പറയുന്നവരാകണം, കളവ് പറയുന്നവരാകരുത്. പറയുന്നത് സത്യമായിരിക്കണം. അസ്സാദിഖീന വൽ ഖാനിതീന, അതേ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാകണം, അനുസരിക്കേണ്ടവരെ ഒക്കെ അനുസരിക്കുന്നവരാകണം. വൽ മുൻഫിഖീന, ഇതിലേക്ക് ഖൽബ് തിരിഞ്ഞ നല്ല മനസ്സുള്ള ആളുകളാകണം. അർഹമുർ റഹീമായ റബ്ബ് സാധുവായ എന്നെയും നിങ്ങളെയും എല്ലാവരെയും ആ രൂപത്തിലുള്ള നല്ല ചിന്തയുള്ളവരാക്കി തരട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഏതെല്ലാമോ ഉസ്താദുമാർ എന്നോട് പറഞ്ഞു നല്ല വാള് പറയണം. ഇവിടുത്തെ സംഘാടകർ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു നല്ല വാള് പറയണം. സുബ്ഹാനല്ലാഹ്, ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, വാള് പറയാൻ എനിക്ക് യോഗ്യതയില്ല, അർഹതയില്ല. ആ ഒരു ബോധം എന്റെ മനസ്സിലുണ്ടാകണം. രണ്ടാമത് എന്റെ മനസ്സിൽ വേണം എന്റെ വാള് കൊണ്ട് എല്ലാവരെയും അങ്ങ് നന്നാക്കി കളയാം. അങ്ങനെ ഒരു ചിന്ത ഒരാളെ മനസ്സിലും ഉണ്ടാകരുത്. അള്ളാഹു നന്നാക്കിയാൽ മാത്രമേ ഒരാൾ നന്നാവുകയുള്ളൂ. ഇല്ലെങ്കിൽ 1000 വാള് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ ഖൽബ് തിരിയണം. റബ്ബിനോട് നമുക്ക് അല്ലാഹു തആല നല്ല തൗഫീഖ് തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നവനും തടയുന്നവനും എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ റബ്ബിലേക്ക് ഖൽബ് തിരിയണം. വഅദ് പറയുന്ന വലിയ ഒരു മഹാനുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളിൽ വലിയൊരു പ്രമുഖനായിരുന്നു മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. വലിയ വാഇദാണ്, വഅദ് പറയുന്ന ആളാണ്. കൊല്ലങ്ങളോളം വഅദ് പറഞ്ഞ ആളാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വഅദ് പറയുന്ന കാലത്ത് ഒരു സ്ഥലത്ത് ഒരു തെമ്മാടിയായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ വലിയ തോന്നിവാസിയാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യനെ വിളിച്ച് ഒരു 4 ദിർഹം കയ്യിൽ കൊടുത്തു, 4 റുപ്പിക കൊടുത്തു. ആ 4 വെള്ളി റുപ്പിക കൊടുത്തിട്ട് പറഞ്ഞു, നീ അങ്ങകലെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടുവരണം. കഴിക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ടുവരണം. അങ്ങനെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ വേണ്ടി ഇദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ്. പോകുന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസ് കണ്ടു. ബഹുമാനപ്പെട്ടവര് വഅദ് പറയുന്ന മജ്ലിസ്. ഒരല്പസമയം മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളെ വഅദ് കേൾക്കാമെന്ന് തോന്നി. ആ പോകുന്ന ഭൃത്യൻ അവിടെ നിന്ന് വഅദ് കേട്ടു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് വഅദിൽ പറഞ്ഞു. എന്താ പറഞ്ഞത് എന്നറിയോ? ഒരു സാധു മനുഷ്യരുണ്ട് ഇവിടെ നിൽക്കുന്നു, അദ്ദേഹത്തിനൊരു 4 ദിർഹം വേണം. ആ 4 ദിർഹം ആരെങ്കിലും എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അദ്ദേഹത്തിന് 4 കാര്യം കൊണ്ട് ദുആ ചെയ്യും. 4 ദിർഹം തന്നാൽ അത് എനിക്കെടുക്കാനല്ല, പാവപ്പെട്ടവന് കൊടുക്കാനാണ്. ഞാൻ 4 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സുബ്ഹാനല്ലാഹ്, ഞാൻ പഴയ കാലത്തെ ഇവിടെ ഈ സ്റ്റേജിൽ വരാറുണ്ട്. വന്നാൽ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച സംഭാവനകൾ നൽകാറുണ്ട്. എന്നാൽ എനിക്കവർക്ക് അങ്ങോട്ട് വല്ലതും കൊടുക്കാൻ കഴിയോ? ഒന്നും കൊടുക്കാൻ കഴിയൂല. റബ്ബിനോട് ദുആ ചെയ്യലല്ലാതെ നമുക്ക് പകരമൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ. അല്ലാഹു നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെല്ലാം ഉയർത്തി വളർത്തി നിലനിർത്തി തരട്ടെ. അത് നടത്താൻ റബ്ബ് തന്നെ അവസരങ്ങൾ ഉയർത്തി വളർത്തി തരട്ടെ. ഞാൻ ഈ സ്റ്റേജിൽ വന്നപ്പോ നമ്മുടെ ഈ ദർഗാ കമ്മിറ്റിന്റെ സെക്രട്ടറിയെ ഞാൻ ക്ഷണിച്ചു, സിറാജുൽ ഹുദയിലേക്ക് വരണം. അതുപോലെ പ്രസിഡന്റിനെയും മുമ്പ് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ സിറാജുൽ ഹുദ കാണാൻ വരണം. അതെന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എന്നാൽ കൊടുക്കാൻ കഴിയുന്ന റബ്ബേ ഉള്ളൂ, എനിക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു വഅദ് പറയുമ്പോ
സാധുവായൊരു മനുഷ്യന് 4 ദിർഹം തന്നാൽ ഞാൻ 4 കാര്യം ദുആ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പാവപ്പെട്ട ഭൃത്യനുണ്ടല്ലോ 4 ദിർഹമും കൊണ്ട് ഉടമസ്ഥൻ പറഞ്ഞേച്ചതനുസരിച്ച് പോകുന്ന ഭൃത്യന്റെ മനസ്സിൽ തോന്നി 4 ദുആ കിട്ടുമെങ്കിൽ അത് ഞാനങ്ങ് കൊടുത്താലോ. 4 ദിർഹമും കൊണ്ടുപോയി ഉസ്താദിനെ അങ്ങ് ഏൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ പറഞ്ഞു, എനിക്ക് 4 കാര്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ശൈഖ് മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ ചോദിച്ചു, എന്താ 4 കാര്യം? പറഞ്ഞു, ഞാനൊരടിമയാണ്, എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, മോചനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതാണ്. ഉടനെ മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ ഇദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ. രണ്ടാമത് എന്താ വേണ്ടത്? രണ്ടാമത് ഞാൻ രക്ഷപ്പെട്ടാൽ പോരാ, എന്നെ പോറ്റി വളർത്തുന്ന എന്റെ മുതലാളിയില്ലേ, ആ മുതലാളി തെമ്മാടിത്തം ചെയ്യുന്ന മുതലാളിയാണ്. ആ മുതലാളി ഒന്ന് നന്നായി വരണം, ആ മുതലാളി ഒന്ന് തൗബ ചെയ്യണം. അതിന് തൗബയുടെ മനസ്സ് അല്ലാഹു കൊടുക്കണം. അതുകൊണ്ട് എന്റെ മുതലാളി തൗബ ചെയ്ത് നന്നാകാൻ ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം. മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ദുആ ചെയ്തു, ഇദ്ദേഹത്തിന്റെ മുതലാളിയെ നീ തൗബ ചെയ്ത് നന്നാക്കണേ അല്ലാഹ്. വീണ്ടും ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, ഓ ഉസ്താദേ, എന്റെ അടുത്ത് 4 ദിർഹം തന്ന് പറഞ്ഞേച്ചതാണ്. ഇനി ഞാൻ ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണ്ടേ, അതിനൊരു പകരം 4 ദിർഹം എനിക്ക് കിട്ടണം. അതിന് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ ദുആ ചെയ്തു, നിനക്ക് അല്ലാഹു തആല അതിന് പകരം തരട്ടെ. നാലാമത് എന്താണ്? നാലാമത്, ഉസ്താദേ നിങ്ങൾ വഅദ് പറഞ്ഞു, ഞാൻ വഅദ് കേട്ടു, ഞാൻ രക്ഷപ്പെടണം, എന്റെ മുതലാളി രക്ഷപ്പെടണം, എല്ലാരും രക്ഷപ്പെടണം. എന്നാ വഅദ് പറഞ്ഞ ഉസ്താദും രക്ഷപ്പെടണം. വഅദ് പറഞ്ഞ ഉസ്താദ് രക്ഷപ്പെടണം. ഈ സദസ്സിലുള്ള മുഴുവൻ ആളും രക്ഷപ്പെടണം. നമ്മളെല്ലാവരും രക്ഷപ്പെടണം. അതുകൊണ്ട് അല്ലാഹു ഉസ്താദിന് പുറത്തു തരാൻ ദുആ ചെയ്യണം. പാവപ്പെട്ട എനിക്കും പുറത്തു കിട്ടണം. വലി മൗലായ, എന്റെ ഉടമസ്ഥനായ എന്റെ അതേ മുതലാളിയും രക്ഷപ്പെടാൻ ദോഷം പുറത്തു കിട്ടണം. പോരാ, വലി അഹ്ലി ഹാദൽ മജ്ലിസി, ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും റബ്ബ് പുറത്തു തരണം. അതിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ കൈ ഉയർത്തി, അല്ലാഹുവേ എനിക്കും പുറത്തു തരണം, അദ്ദേഹത്തിന്റെ മുതലാളിക്കും പുറത്തു കൊടുക്കണം, അദ്ദേഹത്തിനും പുറത്തു കൊടുക്കണം, ഈ സദസ്സിലുള്ള എല്ലാവർക്കും പുറത്തു തരണം. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ ദുആ ചെയ്തു. അടിമ മുതലാളിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, ഓ മുതലാളി, നിങ്ങൾ 4 ദിർഹം തന്നിട്ട് നല്ല ഫ്രൂട്ട്സും നട്ട്സൊക്കെ വാങ്ങാനല്ലേ പറഞ്ഞത്? ഞാൻ 4 ദിർഹം വാങ്ങി കൊടുത്തിട്ട് 4 ദുആയാണ് വാങ്ങിയത്. 4 ദിർഹമിന് 4 ദുആ, അതാണ് ഞാൻ വാങ്ങിയത്. ചോദിച്ചു മുതലാളി, എന്താ 4 ദുആ? സംഭവം ഞാൻ വഅദ് പറയുന്ന മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളെ സദസ്സിച്ചെന്നു. അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യനൊരു 4 ദിർഹം കൊടുത്താൽ 4 ദുആ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കൊടുത്തു. എന്നിട്ട് 4 ദുആ വാങ്ങി. ഒന്നാമത്തെ ദുആ എന്താണ്? ഒന്നാമതായി ദുആ ചെയ്ത് എന്നെ അടിമത്വത്തിൽ മോചിപ്പിച്ച് കിട്ടണമെന്നാണ്. രണ്ടാമത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് തൗബ തരണം, നിങ്ങൾക്ക് തെറ്റുകളിൽ മാറി നിന്ന് നന്നാകാനുള്ള തൗഫീഖ് അല്ലാഹു തരണം. അങ്ങനെ തൗബയുടെ മനസ്സ് കിട്ടാനാണ്. മൂന്നാമത്തതോ
പകരം 4 ദിർഹമിന് പകരം എനിക്ക് പകരം ദിർഹം കിട്ടണം. അഞ്ചാമത്തത് ആ വഅദ് പറഞ്ഞ ശൈഖിനും വഅദ് പറഞ്ഞ ശൈഖിനും എനിക്കും നിങ്ങൾക്കും ആ സദസ്സിലുള്ള മുഴുവൻ ആൾക്കും അല്ലാഹ് പുറത്തു തരണം. ഈ 4 കാര്യമാണ് ചോദിച്ചത്. ഉടനെ തന്നെ മുതലാളി പറഞ്ഞു, വല്ലാത്ത ദുആ, വല്ലാത്ത പ്രവർത്തനം. അതേ, എന്റെ മനസ്സിലത് പതിഞ്ഞു. പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്നെ ഞാൻ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ചു. ഞാൻ ഒരുപാട് തോന്നിവാസം തമ്മാടിത്തം ചെയ്തവനാണ്. ഞാൻ അതിൽ നിന്നെല്ലാം റബ്ബിലേക്ക് തൗബ ചെയ്തു. 4 ദിർഹമല്ലേ നിനക്കതിന് പകരം വേണമെന്നല്ലേ നീ ദുആ ചെയ്യിപ്പിച്ചത്? 4000 ദിർഹം നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞു. 4ന് 4000 ദിർഹം തന്നു. എന്നിട്ട് ആ മുതലാളിയുടെ വാക്കാണ്, 4ാമത്തെ ദുആ ഫൈജാബത്തുഹു അലല്ലാഹ്. അത് ഈ പാവപ്പെട്ട എനിക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല, എനിക്ക് നടപ്പാക്കാൻ കഴിയുന്ന വിഷയമല്ല. അതിന്റെ ഉത്തരം അല്ലാഹ് തന്നെ തരണം. വമാലി ഫീഹി മജാൽ, എനിക്കതിൽ പ്രവേശനമില്ല. വല്ലദീ ത്വലഅ ബിയദി അമിൽതു, എന്റെ കയ്യിൽ അല്ലാഹ് തന്നതൊക്കെ ഞാൻ ചെയ്തു. ഇനി വാന മഅ്ദൂറുൻ ഫീ ദാലിക, 4ാമത്തെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പടച്ചവനല്ലേ പൊറുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ മുതലാളി കേൾക്കുകയാണൊരു വാക്ക്, മാക്കാ നബിയദിക ഫഅൽതുഹു മഅന്നക അബ്ദുൽ ലഈം. നീ വളരെ മോശക്കാരനായ അടിമയായിട്ട് പോലും നിനക്ക് പറ്റുന്ന 4 കാര്യവും നീ ചെയ്തുവല്ലോ. വമാ അഹൽതഹു അലല്ലാഹി തആല കൈഫ ഉമിലുഹു മഅസാതി റഹ്മതി. എന്നാൽ 4ാമത്തെ കാര്യം നീ ഏൽപ്പിച്ചത് അല്ലാഹുവിനെയല്ലേ. അല്ലാഹു ആകുന്ന ഞാൻ വലിയ വിശാലതയുള്ള റഹ്മത്തുള്ള രാജാവല്ലേ, ഏറ്റവും റഹ്മത്ത് കാണിക്കുന്ന അർഹമുർ റഹീമീനല്ലേ ഞാൻ. നീ വളരെ മോശക്കാരനായിട്ട് പോലും നിന്നെ കൊണ്ട് കഴിയുന്ന 3 കാര്യം നീ ചെയ്തില്ലേ, എങ്കിൽ പിന്നെ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്ന ഞാൻ അത് മാറ്റിവെക്കുമോ? ഫഗഫർതു ലക, അതുകൊണ്ട് നിനക്ക് ഞാൻ പുറത്തു തന്നു. വലി ഗുലാമിക, നിന്റെ അടിമക്കും പുറത്തു തന്നു. വലി മൻസൂർ, അത് പറഞ്ഞ മൻസൂർ ഇബ്നു അമ്മാറിനും പുറത്തു കൊടുത്തു. വലിമൻ കാന ഫീ മജ്ലിസിഹി, അദ്ദേഹത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തു. ഇങ്ങനൊരു വാക്ക് ഉറക്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. വഅദ് പറയുന്ന മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയി. അവര് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. അത് മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ആണ്ടിറങ്ങുന്നതാണ്. ഇന്ന് എന്നെ പോലുള്ള പ്രസംഗകരായി പോയി. ഓരോരുത്തർക്കും ചിന്തകൾ പലതാണ്, പല വിധത്തിലുള്ള ആലോചനകളാണ്. എങ്ങനെയുണ്ട് ഒരു പണ്ഡിതനെ ആക്ഷേപിക്കാൻ, എങ്ങനെയുണ്ട് നാട്ടിൽ ഗ്രൂപ്പുകളും വഴക്കുകളും ഉണ്ടാക്കാൻ, എങ്ങനെയുണ്ട് ജനങ്ങൾക്കിടയിൽ കലാട്ട ഉണ്ടാക്കാൻ, എങ്ങനെയുണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ എന്ന് ചിന്തിക്കുന്നതിലേക്ക് വഅദ് പറയുന്നവര് പോലും അതപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് കൊടുക്കുന്നവനും തടയുന്നവനും റബ്ബ് മാത്രമാണെന്ന് ഉറപ്പിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകൾ എല്ലാവരും രക്ഷപ്പെടണം. ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവനാണ്. എന്റെ സംഘടനയിലുള്ളവരും മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അപ്പുറത്തെ സംഘടനയിലുള്ളവരും രക്ഷപ്പെടണം. എന്റെ സംഘടനയുള്ള നേതാക്കളെ മാത്രം ബഹുമാനിച്ചാൽ പോരാ,
എല്ലാ സംഘടനയിലുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെ ബഹുമാനിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ബഹുമാനിക്കണം, സുന്നത്ത് ജമാഅത്തുള്ള സയ്യിദന്മാരെ ബഹുമാനിക്കണം, സുന്നത്ത് ജമാഅത്തുള്ള മുഅ്മിനീങ്ങളെ ബഹുമാനിക്കണം. നമ്മൾ പരസ്പരം അകലേണ്ടവരല്ല, അടുക്കേണ്ടവരാണ്. നമ്മൾ പരസ്പരം ദുആ ചെയ്യേണ്ടവരാണ്, പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. ഞങ്ങളെല്ലാം ഒരു നേതാവിന്റെ ഉമ്മത്തുകളാണ്. ആ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാണ്. അത് കഅബ ശരീഫാണ്. നമ്മളെല്ലാം ഒരു കിതാബിന്റെ അനുയായികളാണ്. അത് പരിശുദ്ധ ഖുർആനാണ്. നമ്മളെല്ലാം പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ്. ആ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും പരസ്പരം ഉൾക്കൊണ്ടും അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിനാണ് ആലിമീങ്ങളെ ഉപദേശം നടക്കേണ്ടത്. അതിലേക്കാണ് ആലിമീങ്ങൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ആ ഉപദേശം നൽകുമ്പോഴാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ഉത്ബോധനമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാവർക്കും ഹിദായത്തിന്റെ ഭാഗ്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. സയ്യിദ് മുഹമ്മദ് ശരീഫിൽ മദനി തങ്ങളുടെ പേരിലും ഇവിടെ കിടക്കുന്ന മറ്റു മശായിഖന്മാരുടെ പേരിലും നമ്മെ വിട്ടു പിരിഞ്ഞു പോയ താജുൽ ഉലമയുടെ പേരിലും അതുപോലെ ഈ ഉള്ളാൾ ദർഗയുടെ കമ്മിറ്റിയുടെ നേരത്തെയുള്ള പ്രസിഡന്റുമാരായിരുന്നവർ അതുപോലെ ഭാരവാഹികളായിരുന്നവർ ഈ നാട്ടിൽ ഈ മൈതാനിയിലും മറ്റു മൈതാനിയിലും കിടക്കുന്നവർ നമ്മുടെ ഉമ്മബാപ്പമാര് ഉസ്താദുമാര് ശിഷ്യന്മാര് സ്നേഹിതന്മാര് സഹകാരികള് സഹായികള് പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. സാലിഹീങ്ങളെ ബറക്കത്തോട് നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله جل جلاله നമ്മൾ ഓതിയത് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, വളരെയേറെ ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ദീൻ പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. സുന്നത്തുകളും ഫർളുകളും ഒക്കെ ജീവിതത്തിൽ എടുക്കണം. ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ എന്റെ തലമറച്ചുകൊണ്ട് സ്കൂളിൽ പങ്കെടുത്തു. തലയിൽ ഒരു സാലിട്ട് തലമറച്ചിട്ട് 6ാം ക്ലാസ് പഠിക്കുന്നു. ഒരു ടീച്ചർ പറഞ്ഞു ഒരു ക്ലാസ്സിൽ അത് എടുത്ത് മാറ്റിവെക്കണം, എന്നാലേ ക്ലാസ്സിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ മുമ്പേ ധരിച്ചു വരുന്നതാണ്. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ തന്നെ പഠിച്ചതാണ്. അപ്പോഴും എന്റെ തലയിൽ ഇതുണ്ട്. ഇപ്പൊ എന്തിനത് മാറ്റുന്നതെന്ന് അയാൾ പറഞ്ഞത് പറ്റൂല, ഞാൻ പുറത്ത് നിൽക്കണോ. ഞാൻ പുറത്തു നിന്നു. അങ്ങനെ പിന്നെ അതൊരു ചർച്ചയായി. ഞാൻ ചർച്ചക്കൊന്നും കൊണ്ടുപോയില്ല, ചർച്ചയായി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു വെച്ചാല് എന്റെ ബാപ്പയടക്കം രക്ഷിതാക്കളും മാഷെ കണ്ട്
മാഷന്മാർ കണ്ടിട്ട് എന്റെ ബാപ്പ ഒരു സാധാരണക്കാരനാണ്. ബാപ്പ ചോദിച്ചു 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ സാർ? ഉണ്ട് എന്ന് പറഞ്ഞു. അവനവന്റെ തലയിൽ ഒരു ടവലിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്. എന്നാ പിന്നെ അത് എന്റെ മകന് സ്കൂളിൽ നിന്ന് തലയിൽ അത് ഇട്ടൂടെ എന്ന് ചോദിച്ചു. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമാക്കാതിരുന്നാൽ മതി. ആയിക്കോട്ടെ, പ്രശ്നമൊന്നും ആക്കൂല എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും തലയിൽ ഇടുന്നവരും ഇടാതിരിക്കില്ല. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കുന്ന വാചകങ്ങൾ പോലും ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളെ മുസ്ലിം സമുദായത്തിൽ ഒരു ചർച്ച വന്ന് എന്താണ് ഹലാൽ. എന്തുകൊണ്ടാ ചർച്ച വന്ന്? അങ്ങനെ ഹലാൽ എന്നല്ല, നമ്മൾക്ക് എന്താണ് ഹലാലല്ലാത്ത ഒന്നും മുസ്ലിമേക്ക് കഴിക്കാൻ പറ്റില്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം കുടിക്കലേ ഹലാല്, കള്ളു കുടിക്കലേ ഹറാം. അപ്പൊ ഹലാൽ വെള്ളം കുടിക്കലേ ഹലാൽ, ഭക്ഷണം കഴിക്കലേ ഹലാൽ, പിന്നെ കള്ളു കുടിക്കലോ ഹറാം, അന്യന്റെ സ്വത്ത് പിടിച്ചു തിന്നല് ഹറാം, അവനവന്റെ കഴിക്കല് ഹലാൽ. അതെന്ത് ചെയ്തു എന്നറിയോ? ബിസിനസ്സിന് വേണ്ടി ചിലരെന്ത് ചെയ്തു, ഈ അറുക്കേണ്ടതുപോലെ അറുത്ത കന്നുകാലികൾ, ആട്ടിന്റെ മാംസം, അതിന് ഹലാൽ എന്ന് പേര്. അപ്പൊ ചിലർക്ക് തോന്നി ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം തോന്നി. സംഗതി എന്താണ്? അർക്കപ്പെട്ടതെന്നേ ഉള്ളൂ. അർക്കപ്പെട്ടതിന് മാത്രം ഹലാൽ എന്ന് പറയാം. ഹലാൽ തന്നെ കുറേ ഹലാലുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഹലാലാ. കച്ചവടം ചെയ്യുന്നുണ്ട്, ഹലാലാ. അഹല്ലല്ലാഹുൽ ബൈഅ അല്ലാഹു പറഞ്ഞ കച്ചവടം വന്ന ഹലാൽ. അപ്പൊ ഹലാൽ എന്ന് പറഞ്ഞാൽ അത് വെറും ഈ അർത്ഥ സാധനത്തിന് വേണ്ടി മാത്രം പറയേണ്ട പേരല്ല, ഇത് ഹലാൽ. ഇതുപോലെ ചില ആളുകൾ ചില വാചകങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് നിസ്കരിക്കുമ്പോൾ തലമറക്കൽ സുന്നത്താണ്. അതുപോലെ ആളുകളുള്ള സ്ഥലത്ത് പോകുമ്പോൾ പണ്ഡിതന്മാർ തലമറച്ചിരിക്കണം, നിർബന്ധം. നിർബന്ധം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തലമറച്ചിട്ടില്ലെങ്കിൽ ആ പണ്ഡിതനെ സാക്ഷിക്ക് പറ്റൂല. അത് സാധാരണക്കാരൻ തലമറച്ചില്ലെങ്കിലും സാക്ഷിക്ക് പറ്റും. ഓരോരുത്തർക്ക് ഓരോ നിയമമുണ്ട്. നിയമത്തിന് പല നിലവുണ്ട്. നിസ്കരിക്കുമ്പോൾ തലമറക്കണം, അത് സുന്നത്താ. ഉജൂബില്ല, സുന്നത്താ. സ്ത്രീകള് അവര് അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് പോകുമ്പോൾ നിർബന്ധമായും എല്ലാ അഭിപ്രായം അനുസരിച്ചും തലമറച്ചിരിക്കണം, തലമറക്കണം. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വൽ യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവര് മാറി മറക്കണം, തലമറക്കണം. അതാണ് മുഖമക്കന എന്ന് പറയുന്നത്. മുഖമക്കന്റെ ഇനി മുഖവും കൂടി മറക്കുന്നത് അത് ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് വളരെ നല്ലതാണ്. മുഖവും കൂടി മറക്കുന്നത് ചിലപ്പോൾ മുഖം മറച്ചില്ലെങ്കിലും ആരും അങ്ങോട്ട് നോക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ടാകാം. അപ്പൊ അതിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. തലമറക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് വളരെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് വിഷയത്തിന്റെ പേര് മാറ്റിയിട്ട് അതൊക്കെ ഒരു രാഷ്ട്രീയം പോലെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ തെറ്റിദ്ധാരണകൾ വരും. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ വരുന്ന രൂപത്തിൽ വിഷയങ്ങൾ പറയും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂളിൽ ഒരു യൂണിഫോം, ആ യൂണിഫോം കൊണ്ട് തന്നെ തലമറക്കാലോ. അതേ യൂണിഫോം അതേ കളറിലുള്ള വസ്ത്രം കൊണ്ട് തന്നെ തലമറച്ചൂടെ? തലമറക്കണമെന്നല്ലേ ഉള്ളൂ, ഇന്ന് കളറാകണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ തിരുത്തി ജനങ്ങളുടെ സമൂഹത്തിന്റെ തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമവും ഒക്കെ നമ്മൾ അംഗീകരിക്കണം. അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുപോലെ രാജ്യത്തിന്റെ നിയമാവസ്ഥിതികൾ കൈകാര്യം ചെയ്യുന്ന കോടതിയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എല്ലാ മതക്കാർക്കും അവരവരുടെ മതമനുസരിച്ച് എവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല അതിനുള്ള ഭാഗ്യം ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് സർവ്വ മതക്കാർക്കും പരസ്പരം സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു ജല്ല ജലാലുഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഒരിക്കലും ആരും ആരുടെ ആശയവും മറ്റൊരാൾക്ക് അടിച്ചേൽപ്പിക്കാതെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ അങ്ങനെയാണല്ലോ. ജനങ്ങളെ ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകാൻ നിർബന്ധിക്കുകയോ അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. മറിച്ച് എല്ലാവർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നേ വരെ ഉള്ളത്. അത് ഇനിയും തുടർന്നും ഉണ്ടാകുന്ന സാഹചര്യം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ അതിനൊക്കെയാണ് എപ്പോഴും ദുആ ചെയ്യേണ്ടത്. അതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പൂർണ്ണ മുസ്ലിമായി നമുക്ക് ജീവിക്കാനാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. പരസ്പരം കുറ്റം
പറയുക എന്നത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, പരസ്പരം ചീത്ത പറയുക എന്നത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, പരസ്പരം ആക്ഷേപിക്കുക എന്നത് മുസ്ലിമിന്റെ സ്വഭാവമല്ല, അതുപോലെ തന്നെ പരസ്പരം അകന്നു പോവുക എന്നത് മുസ്ലിമിന്റെ സ്വഭാവമല്ല. മുസ്ലിമിന്റെ സ്വഭാവം ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്ന ഒറ്റ ശരീരം പോലെ പ്രവർത്തിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സ്വഭാവ രീതി. ആ രീതി അനുസരിച്ച് ജീവിക്കാൻ സർവ്വ മുസ്ലിമീങ്ങൾക്കും സർവ്വ നാടുകളിലും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഇവിടെ കിടക്കുന്ന സർവ്വ മഹാന്മാരുടെ ഹദറത്തിലും താജുൽ ഉലമയുടെ ഹദറത്തിലും താജുൽ ഉലമയുടെ ഉസ്താദുമാരും മുൻഗാമികളുടെ മുഴുവൻ ആളുകളുടെ ഹദറത്തിലും അവിടുത്തെ ശിഷ്യന്മാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരുടെ ഹദറത്തിലും ഞങ്ങളെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരുടെ ഹദറത്തിലും എല്ലാം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ഉള്ളാൾ പ്രദേശത്തിന് നീ നേരത്തെ നൽകിയ എല്ലാ ഇസ്സത്തുകളും ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണം റഹ്മാനെ. ഇവിടെയുള്ള മുഅ്മിനീങ്ങൾക്ക് മുഴുവനും അതുപോലെ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഒറ്റ മനസ്സായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കൾക്കും ആലിമീങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബിൽ നല്ലത് മാത്രം നീ ഇട്ടു തരണം റഹ്മാനെ. ഞങ്ങളുടെ നാവിൽ നല്ലത് മാത്രം നീ ഇട്ടു തരണം റഹ്മാനെ. ഞങ്ങളെ നല്ലവരായി ജീവിപ്പിച്ച് നല്ലവരായി അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ കാമിലായ ഈമാനോടെ അല്ലാഹുവേ, മഹാനായ താജുൽ ഉലമയെ നീ റൂഹ് പിടിക്കുന്ന സമയത്ത് താജുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ മരണപ്പെട്ടുവെന്ന് മകൻ നേരിട്ട് അനുഭവിച്ച അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ആലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഘടനാപരമായോ നയപരമായോ എന്തെങ്കിലും ചില്ലറ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറഞ്ഞ് ആഖിറം നഷ്ടപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോ തഖ്വയോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്കോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കോ ഈ ഉറൂസ് പരിപാടിയോട് സഹകരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കോ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്. അവർക്കോ ഖൽബിൽ ഏത് നല്ല ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനെ. ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ പഠിച്ച് ഹാഫിളായതിന് ശേഷം പിന്നീട് രോഗമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാഫിളിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന് പൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ക്യാൻസർ രോഗമായി ബാക്കിയാവൂല എന്ന് മനസ്സിലാക്കി എൻ്റെ ഒരു ശിഷ്യൻ, ഒരു സഖാഫി, അദ്ദേഹം ഇന്നലെ വിളിച്ചിട്ട് വീണ്ടും ടെസ്റ്റിന് പോയിരിക്കുകയാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ രോഗവും അതുപോലെ ഏത് ക്യാൻസറോ ട്യൂമറോ അൾസറോ ഷുഗറോ പ്രഷറോ ഏത് രോഗമുള്ളവർ എവിടെയുണ്ടോ, ഞങ്ങൾക്ക് ഏത് ചെറുതു വലുത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. അവരുദ്ദേശിക്കുന്നത് പോലുള്ള ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. എൻ്റെ ഒരു സ്നേഹിതൻ ഭാര്യ ഗർഭിണിയാകാതെ വളരെ കാലം പറഞ്ഞു, അങ്ങനെ ദിക്റൊക്കെ കൊടുത്തു, ഇപ്പോൾ 4 മാസം ഗർഭിണിയാണ് ഭാര്യ എന്ന് സന്തോഷം പറഞ്ഞു. അല്ലാഹുവേ, നീയാണ് മക്കളെ കൊടുക്കുന്നവൻ. ഞങ്ങൾക്ക് ആർക്കും ഒരധികാരവും ഇല്ലല്ലോ. ആ ദമ്പതികൾക്ക് അതുപോലെ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ മുഴുവനും സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട മക്കളാക്കണേ റഹ്മാൻ. ഞങ്ങളെയും നീ പൊരുത്തപ്പെട്ടവരാക്കണേ റഹ്മാൻ. നാഫിആയ ഇൽമ് ഞങ്ങൾക്കും ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്കും നീ ഏറ്റിത്തരണേ റഹ്മാനെ. ഇന്നിവിടെ ബിരുദം വാങ്ങിയവർക്കും ഇനി വാങ്ങുന്നവർക്കും എല്ലാവർക്കും നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം റഹ്മാനെ. വിദേശ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച പലരും അല്ലാഹുവേ, കോവിഡ് പോസിറ്റീവായി പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോയവരുണ്ട്. നീ സലാമത്താക്കണം റഹ്മാനെ. കോവിഡ് പോലുള്ള എല്ലാ രോഗങ്ങളിലും ഞങ്ങൾക്ക്
നീ കാവൽ നൽകണം റഹ്മാനെ. സർവ്വ ജനങ്ങൾക്കും കാവൽ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പരിശുദ്ധ റമളാനും പരിശുദ്ധമായ ശഅബാനും റജബിന് ബാക്കിയുള്ള ദിവസങ്ങളും ഒക്കെ ഞങ്ങൾ മുന്നിലിരിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ കാരണത്താലായിരിക്കാം ഞങ്ങൾക്ക് 2 റമളാനിൽ പരിപൂർണമായി പള്ളിയിൽ പങ്കെടുക്കാനോ നിസ്കരിക്കാനോ പലതിനും കഴിയാത്ത ചുറ്റുപാടുണ്ടായി. ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കാം. ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. നിന്റെ പള്ളിയിൽ വന്ന് തോളോട് തോളുരുമി നിന്ന് ഞങ്ങൾക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഈ റജബിലും ശഅബാനിലും റമളാനിലും മറ്റുള്ള അവസരങ്ങൾ നീ ഞങ്ങൾക്ക് അവസരം തരണം റഹ്മാനെ. ഞങ്ങളെ ചെറിയ മക്കൾ പഠിക്കുന്ന മദ്രസകളിലും സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും മക്കൾക്ക് വന്ന് പഠിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വന്നു. അല്ലാഹുവേ, അതെല്ലാം ഉയർത്തി ഞങ്ങളെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, അറിവ് കൊടുക്കാൻ നീ തൗഫീഖ് തരണം റഹ്മാനെ. ഈ കോവിഡ് പോലുള്ള എല്ലാ മുസീബത്തുകളും നീ ഉയർത്തിക്കളയണം റഹ്മാനെ. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام ادفع عنا وعن جميع العباد والبلاد جميع الأمراض والوباء والأسقام وجميع الآفات والمصيبات. اللهم أيدنا بتأييدك، اللهم انصرنا بنصرتك، واحفظنا بحفظك، واحرزنا بحرزك، واجعل جميع المؤمنين والمؤمنات تحت رعايتك وكنفك يا خير الحافظين. اللهم ناصية جميع الخلائق بيدك، وناصية جميع الحكام بيدك، قلوبهم بيدك يا من له ملكوت كل شيء، يا من له ملكوت كل شيء، يا من له ملكوت كل شيء، يا من له مقاليد السماوات والأرض. أنت تدبر الأمور كلها وتقدر الأشياء كلها. اللهم أعزنا وأعز جميع المؤمنين والمؤمنات، وهيئ لنا سببا لا نستطيع له طلبا لإنفاذ أمور ديننا ودنيانا وأخرانا. اللهم هيئ لنا سببا لا نستطيع له طلبا لإنفاذ أمور ديننا ودنيانا وأخرانا. اللهم هيئ لنا سببا لا نستطيع له طلبا لإنفاذ أمور ديننا ودنيانا وأخرانا. اللهم اصرف قلوب السلاطين والحكام، اللهم اصرف قلوب الحكام والسلاطين إلى ما كان له خير للمؤمنين والمؤمنات يا رب العالمين. اللهم احفظنا بحفظك، أنت خير حافظا وأنت أرحم الراحمين. اللهم وما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأجملها، إنك على كل شيء قدير وبالإجابة جدير. اللهم ألهمنا رشدنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم أصلح أحوالنا وأحوال علمائنا وساداتنا وأحوال جميع المؤمنين والمؤمنات. اللهم اجعلنا وإياهم من عبادك الصالحين ومن الراحمين لجميع خلائقك يا رب العالمين. اللهم الطف بنا يا لطيف، اللهم الطف بنا يا لطيف، اللهم الطف بنا يا لطيف. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم،
وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശജ്വാലകൾ വിതറി നീണ്ട പ്രഭാഷണം നടത്തിയ ശൈഖുന ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് രാത്രി ഇശാ നമസ്കാരാനന്തരം നടക്കുന്ന മതവിജ്ഞാന സദസ്സിൽ സയ്യിദ് തറവാട്ടിലെ ആദരണീയ നേതാവ് പാണക്കാട് അസയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ദുആ സദസ്സിലേക്ക് നേതൃത്വം